നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ ഇന്ന് അലിയൻസ് അരീനയിൽ ഒരു തീപ്പൊരി പോരാട്ടമാണ്. ആദ്യ മത്സരം 5-4 എന്ന രൂപത്തിലാണ് PSG ജയിച്ചതെങ്കിൽ രണ്ടാം പാദത്തിൽ അലിയൻസ് അരീനയിൽ അതിൻ്റെ കടവും വീട്ടി വിജയിച്ച് കയറാമെന്ന പ്രതീക്ഷയിലാണ് ബയൺ മ്യൂണിക്കുള്ളത്. സ്വന്തം മൈതാനത്ത് സ്വന്തം കാണികളുടെ പിന്തുണയിൽ പൊളിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും വിൻസെൻ്റ് കോമ്പനി പ്രദർശിപ്പിക്കേണ്ടായി. ഏതായാലും ആരൊക്കെയായിരിക്കും ഇന്നത്തെ ടീമിൽ ഇരുഭാഗത്തും ഇറങ്ങുക? നമ്മൾ ജർമ്മൻ മാധ്യമം ബിൽഡ് നൽകിയിട്ടുള്ള വിവരപ്രകാരം എങ്ങനെയാണ് രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പ് നോക്കാം. തീർച്ചയായിട്ടും ബാനിൻ്റെ ഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂയർ, ഡിഫൻസിൽ സ്റ്റാനിസിച്ച്, ഉപ്പമെക്കാനോ, ഡേവീസ് എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ കിമ്മിച്ചും പൗലോവിച്ചും, മുന്നേറ്റത്തിൽ ഒലീസയും മുസിയാലയും ഡയസും കെയ്നും. മിസൈൽ ആക്രമണ നിരയും കൊണ്ടിറങ്ങുകയാണ് ബയൺ. മറുഭാഗത്തോ ഇന്ന് ഷവലിയറില്ല, സഫോനോവ് ഗോൾ കീപ്പറായിട്ടുണ്ടാകും, ഹക്കീമി ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലത് പാർശ്വത്തിൽ ആര് കളിക്കുന്നു കണ്ടറിയണം. വാറൻസെ റെമറി കളിക്കാൻ സാധ്യത എന്നാണ് ബിൽഡ് പറയുന്നത്. സെൻറ്റർ ബാക്കുമാരായിട്ട് പാച്ചോയും മാർക്കിഞ്ഞോസും തന്നെ. ഇടത് പാർശ്വത്തിൽ മെൻഡസ്. കഴിഞ്ഞ കളിയിൽ മെൻഡസ് ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു എഗെയിൻസ്റ്റ് ഒലീസെ എന്ന കാര്യം ഓർക്കുക. മധ്യനിരയിൽ ഫാബിയനും വിറ്റീജയും നെവസും. മുന്നേറ്റം നയിക്കാൻ ഡംബലെ. ഇരു പാർശ്വങ്ങളിലായിട്ട് കിച്ച കവഴസ്കേലിയയും ഡെസിയർ ഡൂവും. ഇതാണ് ബിൽഡ് പറയുന്ന PSG ലൈനപ്പ്. രണ്ട് ടീമും കട്ട ഒരു പോരാട്ടം പ്രതീക്ഷിക്കണം. ഇന്നലെ ലൂയിസ് എൻട്രിക്ക പറയുന്നുണ്ട്, ഒറ്റ ഗോൾ ലീഡേ ഉള്ളൂ, അത് മതിയാവില്ല ഫുട്ബോളിൽ. അതാണ് എൻ്റെ താരങ്ങളോട് എനിക്ക് ആദ്യം കൺവേ ചെയ്യാനുള്ള മെസ്സേജ്. മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. അതേസമയം കൊമ്പനി പറയുന്നുണ്ട് 1-0, അതാണിപ്പോൾ ഉള്ളത്, അത് മറികടക്കാവുന്നതേ ഉള്ളൂ. സോ മികച്ച പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. ആര് ജയിക്കും, ആര് ഫൈനലിൽ ബുഡാപെസ്റ്റിൽ ആഴ്സണലിനെ നേരിടും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.